അറിഞ്ഞാലല്ലേ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അറിയുന്നവർക്ക് കൈകൊടുക്കാൻ പോകുന്നത് എനിക്കറിയില്ല. പറഞ്ഞു. ശരി ശരി അപ്പൊ തന്നെ അതിനെന്താ ഞങ്ങൾ പറഞ്ഞിട്ട് അവർ തന്നെ അവർക്ക് മാറ്റി പോയി. അല്ലേ നല്ലൊരു കൈ നോഹ ബിജു എഫ്രേൻ ലിജോ ആൻ മേരി ജേക്കബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അതിനെ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ വാക്ക് വീണ്ടും കടമെടുത്തുകൊണ്ട് പറയുകയാണ്, അല്പം കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിച്ച് ജീവിക്കാം. അതിനെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കഴിഞ്ഞ മാസം നമ്മൾ ആഘോഷത്തോടു കൂടി തന്നെ നടത്തി. ഓണാഘോഷമൊക്കെ വളരെ ഭംഗിയായി തന്നെയിരുന്നു. നല്ല ഒരു കാലാവസ്ഥ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും മത്സരങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാം എൻജോയ് ചെയ്യുന്ന വിധത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ നമ്മൾക്ക് ആയി. അതിനെ സഹകരിച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വേളാങ്കണ്ണി യാത്ര ഉണ്ടായിരുന്നു. മലയാറ്റൂർ ആകാശപ്പറവ് പോയി. അതും എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത്. തെരഞ്ഞെടുത്ത് ഇവിടെ നിർത്തിയപ്പോൾ കഴിഞ്ഞ നമ്മള് മരിച്ചവരുടെ ഓർമ്മ ദിനം പ്രത്യേകമായി ആചരിക്കുന്ന ഒരു മാസമാണ്. എല്ലാ ദിവസവും നമ്മൾ ഓർക്കാറുണ്ട്. പ്രത്യേകമായി ഈ നവംബർ മാസത്തിൽ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന യൂണിറ്റിലെ അംഗങ്ങളാണ് ഇവിടെ നമ്മൾ ഫോട്ടോ വെച്ച് അനുസ്മരിക്കുന്നത്. ഈ മാസം പ്രത്യേകമായി പറയുമ്പോൾ നമ്മളോട് അച്ഛൻ നവംബർ 2-ാം തീയതിയിലെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുഴിമാടത്തിൽ മറ്റുള്ളവരെ എന്ത് എഴുതി വയ്ക്കണം എന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ടുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു. അത് വളരെയധികം അർത്ഥവത്തായ ഒരു കാര്യമാണ്. എന്തെങ്കിലും നന്മകളൊക്കെ നമ്മൾ ചെയ്ത് കടന്നു പോയാലേ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുകയുള്ളൂ. 100% ഒന്നും വിജയത്തിലെത്തി നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ല എങ്കിലും ചെറിയ ചെറിയ നന്മകളെ മറ്റുള്ളവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചാൽ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അവിടെ നിന്നുകൊണ്ട് അഭിരാന്നാണ്. അതല്ലേ അവരാ മാപ്പിള എന്ന് പറഞ്ഞ അർത്ഥം? അങ്ങനെയല്ലാട്ടാ, അവരാണ് ഇത്. ആ ചേടത്തിയാണ് അവിടുത്തെ മാപ്പിള എന്നാണ് അവരാ മാപ്പിള എന്ന് പറഞ്ഞ അർത്ഥം.
അല്ലാണ്ട് അവിടുത്തെ മാപ്പിളയുടെ പേര് അവരാച്ചൻ എന്നല്ല. ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളെ കാണുമ്പോ അത് വാലാട്ടും. ഈ വഴിക്ക് തന്നെ പട്ടീനെയൊക്കെ ഇവിടെ നിങ്ങൾ കല്ലെറിഞ്ഞു നോക്കിയേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറ്റും? തക്കം നോക്കിയിരിക്കും. ഒന്നിലേക്ക് കുരയ്ക്കും, അല്ലെങ്കിൽ തക്കം നോക്കി ഒരെണ്ണം തരാൻ നോക്കും. ഇതാണ് അങ്ങനെയാണോ? വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും ഭാഗ്യനവർക്കും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണോ? നീതിക്ക് വേണ്ടി പറഞ്ഞോ, ഒന്നോടെ പറഞ്ഞു നോക്കിയേ. അത് നീതി ലഭിക്കുന്നതാണോ? അമ്മമാരൊക്കെ പറയണ്ട പുറകിരുന്നൊക്കെ, പിള്ളേരാരും പറയും. കോയിലിടമിട്ടായി. അംഗങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണല്ലോ ഇന്നത്തെ വിചിന്തന ഭാഗം. ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ ആരംഭം ശിഷ്യന്മാർക്ക് സുവിശേഷ ഭാഗ്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ സീനായ് മലമുകളിൽ വെച്ച് മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ ഏറ്റുവാങ്ങിയതിനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ കുട്ടികൾ മുമ്പിൽ പോയി അച്ഛൻ്റെ അടുത്ത് പോയി. We are not students.